ഇപ്പോഴും ഈ വിലാപങ്ങളുടെ മൂന്നാം ദിനം തിരച്ചിൽ പുരോഗമിക്കുകയാണ്. നമുക്ക് മേപ്പാടി CHCയിലേക്ക് പോകാം. അവിടെ മനീഷ് മൂർത്തി ഉണ്ട് വിവരങ്ങൾ നൽകാൻ. മനീഷ്, ഇന്നലെ തന്നെ ഏതാണ്ട് 123 മൃതദേഹങ്ങൾ അവിടെ മേപ്പാടി CHCയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ചാലിയാറിന്റെ തീരങ്ങളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നതിന്റെ പേരിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. എന്താണ് മേപ്പാടി CHCയിൽ നിന്നുള്ള വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ആഷ്മി, ഇന്നിപ്പോൾ 4 മൃതദേഹങ്ങൾ മുണ്ടക്കയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് 4ാമത്തെ മൃതദേഹം ഇവിടെ എത്തിച്ചത്. അതിന്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷാപ്രവർത്തകരുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ, അതായത് മൃതദേഹം കണ്ടെത്താൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായി എത്തുന്ന ആളുകളുണ്ട്. നിലവിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, അതായത് മൃതദേഹ അവശിഷ്ടങ്ങളും ചേർത്ത് 136 ഇതുവരെ ഈ മേപ്പാടി CHCയിൽ എത്തിയിട്ടുള്ളത്. നിലമ്പൂരിൽ ഇത് 139. മേപ്പാടി വിംസ് ആശുപത്രിയിൽ 12 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. വൈത്തിരിയിലും ബത്തേരിയിലും ഓരോ മൃതദേഹങ്ങൾ വീതം അതും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 288 എന്നൊരു കണക്കിലേക്ക്, ഇപ്പോൾ അല്പസമയം മുമ്പ് വന്ന ഒരു മൃതദേഹം ഉൾപ്പെടെ 288 എന്നൊരു കണക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതിനനുസരിച്ച് ഇവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ, അതായത് പോസ്റ്റ്മോർട്ടം വളരെ വേഗത്തിൽ നടത്തണം. ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ആരോഗ്യ വകുപ്പിന്റെ ഒരു യോഗം ഇവിടെ ചേർന്നിരുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ വരുന്ന എല്ലാവരും മാസ്ക് ധരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഇപ്പോൾ ഇവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരുന്ന എല്ലാവരും, അതായത് രക്ഷാപ്രവർത്തനത്തിനാണെങ്കിലും ശരി, അങ്ങനെയുള്ള ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന അതിന്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ നൽകുന്ന ഒരു സ്ഥലത്ത്, അവിടെ ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. വീണ്ടും ഓരോ സമയം കഴിയുന്തോറും അവിടെ നിന്ന് മുണ്ടക്കയിൽ നിന്നും മൃതദേഹങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ 36 മൃതദേഹങ്ങളും അതുപോലെ തന്നെ 36 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളുമാണ് നിലമ്പൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചത്. അത് തിരിച്ചറിഞ്ഞ ആളുകൾ 3 മൃതദേഹങ്ങൾ ഇതുവരെ വിട്ടു നൽകിയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബാക്കിയുള്ളവ ഇവിടെ തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ ആളുകളെത്തി ഐഡന്റിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും ഇപ്പോഴും പല ഇടങ്ങളിൽ നിന്നും, പല കോണുകളിൽ നിന്നും നമുക്കുൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർക്കും നമുക്കുമൊക്കെ ഉൾപ്പെടെ കോളുകൾ വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ, അതായത് മിസ്സിംഗ് ആയ ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടുള്ള നിരവധി വിളികൾ എന്തായാലും ഇപ്പോഴും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നോക്കൂ, ഇവിടെ രക്ഷാപ്രവർത്തകർ മാത്രമല്ല, ഇവിടെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ബോഡി കണ്ടെത്തി ആർക്കെങ്കിലും അറിയാവുന്ന ആളുകളാണോ, പരിചയമുള്ള ആളുകളാണോ തുടങ്ങിയ ഐഡന്റിഫിക്കേഷന് വേണ്ടി എത്തിയിട്ടുള്ള ആളുകളാണ്. എന്തായാലും 136 മേപ്പാടി CHCയിൽ, അതായത് മൃതദേഹം ഉൾപ്പെടെ മറ്റ് കാര്യങ്ങൾ, മൃതദേഹവും അതുപോലെ തന്നെ അവശിഷ്ടങ്ങളും ഉൾപ്പെടെ 136 ഇവിടുത്തെ ഒരു കണക്കെന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും സജ്ജീകരണങ്ങളും, അതായത് മൃതദേഹങ്ങൾ എത്തുമ്പോൾ അത് വളരെ വേഗത്തിൽ തന്നെ സ്വീകരിച്ച് അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വിത്തിൻ നോ ടൈം എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും ശരി, പറഞ്ഞ സാമൂഹിക സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണെങ്കിലും ശരി, അവരെല്ലാം തന്നെ കൃത്യമായി തന്നെ രാവിലെ 7 മണിയോട് കൂടി തന്നെ ഇവിടെ എല്ലാവരും സജ്ജരാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന എല്ലാവരും തന്നെ സജ്ജരാണ്. ഇപ്പോൾ നമുക്കൊപ്പം നമ്മുടെ എന്റെ സുഹൃത്താണ് ഷമീറിന്റെ ബന്ധുക്കൾ, അതായത് മുണ്ടക്കയിൽ താമസിച്ചിരുന്ന ആളുകളാണ് അവർ അതിൽ 13 പേരാണ് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളായി അവിടെ ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ 4 പേരെയാണ് ജീവൻ നഷ്ടപ്പെട്ട രീതിയിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി 9 പേർ മിസ്സിംഗ് ആണ്. അതിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ഷമീർ ഇപ്പോൾ നമ്മളോടൊപ്പം. എന്താണ് ഷമീർ അവിടെ സംഭവിച്ചത്? ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എൻ്റെ പിതാവിന്റെ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ കുടുംബം അടങ്ങുന്ന 13 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മിസ്സായിട്ടുള്ളത്. പിതാവിന്റെ സഹോദരനും ഭാര്യയും അവരുടെ മകളെ കല്യാണം കഴിച്ചു വിട്ട വീട്ടിലേക്ക് തലേന്ന് ദിവസം പോയതായിരുന്നു. അപ്പോൾ ഇത് അറിയാൻ കഴിഞ്ഞത് ഇവര് രാത്രി ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് എല്ലാവരും വീടിനകത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. 4 മൃതദേഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളവർ ജീവനോടെയോ അല്ലാതെയോ ഏത് രീതിയിലുള്ളത് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 3 ദിവസമായിട്ട് വരുന്ന എല്ലാ മൃതദേഹങ്ങളും ഇവിടെ അല്ലാണ്ട് നിലമ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള മൃതദേഹങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അതിൽ നിന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
അപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും എല്ലാവരും ഇവിടെ ഈ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോയും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അതുമായി സാമ്യപ്പെടുന്ന രീതിയിലൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് അവിടേക്ക് തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് കുറച്ചും കൂടി വാഹനങ്ങൾ എത്തിപ്പെടാനുള്ള സൗകര്യം കൂടി ആയിട്ടുണ്ട്. സ്കൂളിൽ കിട്ടിയ 2 മൃതദേഹങ്ങളും സ്കൂളിന്റെ പരിസരത്ത് തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി ആ പരിസരത്ത് തന്നെ എവിടെയെങ്കിലും ഇത്തിരി മണ്ണിനടിയിലോ അവിടെ എവിടെയെങ്കിലും ആയിട്ടുണ്ടാവണം എന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ തെരച്ചിൽ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഗോപി, ആഷ്മി, അതാണ് അവസ്ഥ. ഓരോ ഇടങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 9 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനിയനാണ്, സഹോദരനാണ് ഈ പറഞ്ഞ രീതിയിൽ അവിടെ കുടുംബമാണ് മിസ്സായിട്ടുള്ളത്. അത്തരത്തിലാണ് കാര്യങ്ങൾ. എന്തായാലും അങ്ങനെ ഓരോ മണിക്കൂറുകൾ കഴിയുന്നവർ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവർ കൃത്യമായി തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ഓരോ ഇടങ്ങളിൽ നിന്ന് വരുന്ന മൃതദേഹങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും അവർക്ക് 4 പേരെ മാത്രമാണ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിലമ്പൂരിൽ നിന്നും മൃതദേഹങ്ങൾ എത്തി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി അവിടെ നിന്ന് എത്തുന്ന മൃതദേഹങ്ങൾ കൂടി പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവർ ഇവിടെ വന്ന് നോക്കി പോകുന്നത്. വിംസിലുള്ള ആളുകളെല്ലാം തന്നെ അവിടെ പോയൊക്കെ പരിശോധനകൾ നടത്തിയതാണ്. എന്തായാലും എല്ലാവരെയും കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ ആളുകളുടെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഒരു വലിയ ദുരന്തമുഖം, അതിന്റെ കൃത്യമായൊരു പരിച്ഛേദമായി ഈ ഒരു മേപ്പാടി CHC മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം. പറയൂ. നമ്മുടെ മുണ്ടക്കൈ പ്രദേശത്തിലാണ് നമ്മളെ ബാക്കിയുള്ളവരാണ് പോയിട്ട്. വാപ്പ, ഏട്ടന്, ബാക്കി കുടുംബത്തിൽ 10-40 ആള് പോയിട്ടുണ്ട്, മിസ്സിംഗ് ആണ്. ഇതിപ്പോ നമുക്ക് കുഴപ്പമില്ല, ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇറ്റാച്ചി ഉണ്ടൊക്കെ തരാനുണ്ട്. പക്ഷെ നമ്മളെ ഈ സ്വന്തം നാട്ടുകാർ അങ്ങോട്ട് കടത്തി വിടണം. ഈ കടത്തി വിടുന്നതിലൊരു ഇപ്പൊ ഇന്നലെ ഞാൻ അവിടെ പോയതുകൊണ്ട് നമ്മളെ വീട് കാണിച്ചതുകൊണ്ടാണ് ഞങ്ങളെ ബാക്കിയുള്ളവരെ കിട്ടിയത്, ഏട്ടന്റെ മക്കളെയും ബാക്കിയുള്ളവരൊക്കെ കിട്ടിയത്. ഇപ്പൊ ആ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാൻ അവിടെ ഞങ്ങളുടെ നാട്ടുകാരില്ല. അത് ചൂരൽമല എന്ന പ്രദേശത്ത് നിന്ന് അങ്ങോട്ട് വിടണം. അങ്ങോട്ട് വിടാൻ നമ്മളെ ഈ മുണ്ടക്കൈക്കാരെ വിട്ടാലല്ലേ ഇവിടെ വീടുണ്ട്, ഇവിടെ ഞങ്ങളെ വീടുണ്ട്, ഇവിടെ അപ്പുറത്ത് ഞങ്ങളെ വീടുണ്ട്. ഇത് ഒരു നാട്ടുകാർ അവിടെ ഇല്ലാന്ന്. അതിന് ഒരു പക്ഷെ പാലം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ആളുകൾ ഞങ്ങൾ കടന്നു ഞങ്ങൾ നടന്നു തയ്യാറാണ്. നമ്മളെ ബാക്കിയുള്ളവർ ചൂരൽമല പ്രദേശത്ത് നിൽക്കുകയാണ് അങ്ങോട്ട് പോകാൻ. പക്ഷെ ഒരു ഉദ്യോഗസ്ഥന്മാരും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഒന്നില്ല, പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞ് ഒന്നില്ല, ഇനിയിപ്പോ മുഖങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല. അപ്പൊ DNA ടെസ്റ്റ് എങ്കിലും നമുക്ക് അതിനുള്ള സംവിധാനം ചെയ്യണം. എത്രയും പെട്ടെന്ന് അതിന് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, മെയിൻ ഇനി ആ വാതിലിലെ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ വീടുകൾ ഇന്ന സ്ഥലത്താണ് നമ്മളെ വീടിന്, ഇവിടുന്ന് ചൂരമല നിന്ന് ആ പ്രദേശവാസികളെ വിടണം. ഇത് വേറെ ഏതോ പ്രദേശവാസികൾ ഇവിടെ വീടുണ്ട് അവിടെ വീടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളെ വീട് കാണിച്ചു കൊടുത്തോണ്ട് അവിടുന്ന് നമുക്ക് ബോഡി കിട്ടി. ആഷ്മി, ഗോപി, അത്തരത്തിലുള്ള ആവശ്യങ്ങളാണ്. ഇവരൊക്കെ മുണ്ടക്കൈ നിവാസികളാണ്. അവരിവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടതിനൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളെ തേടിയൊക്കെ എത്തിയവരാണ്. അവർ പറയുന്നത് ഇന്നും എത്തിച്ചേരുകയാണ്. 4 മൃതദേഹങ്ങൾ ഈ സമയം വരെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മനേഷ് മൂർത്തി അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. അവർ പറയുന്നത് കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായെങ്കിലും മുണ്ടക്കൈ മേഖലയിലേക്ക് ഇവർ കടന്നു ചെന്നാൽ മാത്രമേ ആ മേഖലയിലുള്ളവർക്ക് അവിടെ എവിടെയാണ് അവരുടെ വീട് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലണമെന്ന ആവശ്യം വളരെ ന്യായമാണ്. കുറച്ചു പേരെയെങ്കിലും ഈ മേപ്പാടിയിൽ എന്ന് പറഞ്ഞ ഒരു മുണ്ടക്കൈ സ്വദേശിയുടെ വാക്കുകൾ കേട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഒരുപക്ഷെ അത് തെരച്ചിലിന് അത് അത്രയേറെ സഹായകരമാകുന്ന ഒരു തർക്കവുമില്ല. അപ്പോൾ അവർക്കാണ്, ആ നാട്ടുകാർക്കാണ് അറിയുക, അതിന് ടെറൈൻ വെച്ചിട്ട് അതിന് ദിശ വെച്ചിട്ട് എവിടെയാണ് ആ വീട് എന്ന് കൃത്യമായി അവർക്കാണ് അറിയാൻ കഴിയുക. ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ കാഴ്ച. നമ്മൾ ഈ ദിവസങ്ങളെ കാണുകയാണ്. നമുക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ആദ്യത്തെ ഒരു അമ്പരപ്പോ ആദ്യത്തെ ഒരു ഭീതിജനകമായ ഒരു വൈകാരികാവസ്ഥ ഒരുപക്ഷെ നമുക്ക് മാറിയിട്ടുണ്ടാകും. ഈ ദൃശ്യങ്ങൾ കണ്ടാണത്. എത്രയെത്ര വണ്ടികൾ, എത്രയെത്ര ജീവനോപാധികൾ, ഒരുപാട് വീടുകൾക്കകത്തെ വീട്ടുപകരണങ്ങൾ, കുട്ടികളുടെ സ്കൂൾ പാത്രങ്ങൾ, കുട്ടികളുടെ ചോറ്റുപാത്രങ്ങൾ, സ്കൂൾ പഠിക്കുന്ന ബുക്കുകളടക്കം അങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു ഗ്യാസ് കുറ്റി അടക്കം അവിടെ കിടപ്പുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ അല്ല, എന്ത് പാട്ടയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരു ദുരന്ത ഭൂമി എന്ന് തന്നെ കൃത്യമായി പറയാവുന്ന ദുരന്ത ഭൂമി എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്ത ഭൂമിയാകുന്നു. ഒരുപാട് വീടുകൾ പൊളിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നു. വീടുകൾ എന്ന് പറയാനില്ല, ഉള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കോൺക്രീറ്റ് കട്ടകളുള്ള അതിന് ഓരോ കോൺക്രീറ്റ് കൂനകളാണ്. മറ്റു ജില്ലകളിൽ ഈ മുണ്ടക്കൈ, നേരത്തെ പുഞ്ചിരിമട്ടം മേഖലയിലൊക്കെ വീടേ ഇല്ല. അവിടെ അടിത്തറ പോലും അടിത്തറ അടക്കം ഇളക്കിക്കൊണ്ടുവന്ന അതിഭീകരമായ, നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ ഉരുൾപൊട്ടലാണ്. പുത്തുമല, കവളപ്പാറയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പുത്തുമലയുടെയൊക്കെ ഓർമ്മ, അതിൻ്റെ വാർഷിക ഓർമ്മകൾ ഓഗസ്റ്റ് 5-നായിരുന്നു പുത്തുമല. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അതിൻ്റെ ഓർമ്മ ദിനത്തിലേക്കുള്ളത്. പെട്ടിമുടിയാണെങ്കിലും അതിൻ്റെ ഓർമ്മ ദിനത്തിലേക്കൊക്കെ നമ്മൾ വേദനാപൂർവ്വം ആ ഓർമ്മകളിലേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ വലിയ ഭീതിതമായ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കണം. അതിനേക്കാൾ വലിയ ഭീതിതമായ മുറിവ് നമുക്ക് സമ്മാനിക്കുകയാണ്
ഈ മുറിവ് ഒരു കാലത്ത് മുടങ്ങാൻ പോകുന്നില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ആ മുറിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് പോവേണ്ടവരാണ്, അതിജീവിക്കേണ്ടവരാണ്. അതിജീവനം നമ്മളുടെ ശീലമാണ്. അത്തരത്തിൽ ഇതിലും വലിയ ദുരന്തങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അതിപ്പോൾ സംസാരിക്കേണ്ടതല്ലെങ്കിൽ കൂടിയും ഉരുൾപൊട്ടൽ കേരളത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രതിഭാസം പോലെ മാറുന്നോ എന്ന ആശങ്ക. അടുപ്പിച്ചടുപ്പിച്ച് ചാക്രിക പ്രതിഭാസം പോലെ കൃത്യം കാലയളവിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. നമുക്ക് ഉരുൾപൊട്ടലും അതിനെ തുടർന്നുള്ള വാർത്തകളും ഒക്കെ നമുക്കൊരു അമ്പരപ്പോ അത്ഭുതമോ അല്ലാതായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് അത്രയും അധികം ഉരുൾപൊട്ടൽ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച അനിവാര്യമാണ്. ഉറപ്പായും ഇനി ഇത്തരത്തിലൊരു ചൂരൽമല, ഒരു മുണ്ടക്കൈ ദുരന്തം താങ്ങാൻ നമ്മുടെ നാടിന് കരുത്തില്ല, കെൽപ്പില്ല. അപ്പോൾ അതിതീവ്ര മഴ മാത്രമാണോ കാരണം, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ പരിശോധനകൾ നടക്കട്ടെ. അത് പക്ഷേ അതിൻ്റെ സമയം ഇതല്ല, അത് പറയേണ്ട സമയം ഇതല്ല, ചർച്ച ചെയ്യേണ്ട സമയവും ഇതല്ല. ഇപ്പോൾ ഇത് വിലാപത്തിൻ്റെ സമയമാണ്. ഇത് വേണ്ടപ്പെട്ടവർ ഇപ്പോഴും തിരയുന്നത് എന്ന് പറഞ്ഞാൽ 240-ലധികം ആളുകളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ചെറിയ കണക്കല്ല. 286 മരണം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കണക്കല്ല. 240-ലധികം ആളുകളെ കാണുന്നില്ല എന്ന് പറയുന്നത് പ്രദേശവാസികളാണ്. സർക്കാർ സംവിധാനങ്ങൾ അത്രയില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാളൊക്കെ 10 മടങ്ങ് കൂടുതലുണ്ട് കാണാതായവരുടെ ലിസ്റ്റ് എന്ന് അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നു. ഇവരെയൊക്കെ കണ്ടെടുത്തേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള തിരച്ചിലടക്കം നടക്കുകയാണ്. അല്പസമയത്തിനകം ഈ തെർമൽ സംവിധാനം ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തുകയാണ്. അത് ഏറ്റവും ക്രൂഷ്യലായ ഒരു പരിശോധനയാണത്. ആ പരിശോധനയിൽ നമുക്ക് മനുഷ്യ സാന്നിധ്യം അറിയാം എന്ന് പറഞ്ഞാൽ അത് തെർമൽ മനുഷ്യ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഊഷ്മാവിൽ നിന്ന് എടുക്കുന്ന അങ്ങനെ അനലൈസ് ചെയ്യുന്ന ഒരു തെർമൽ ഏരിയൽ സ്കാനാണത്. നമ്മൾ നേരത്തെ കണ്ടൊരു ചൂരൽമല മേഖല അത് കണ്ടിരുന്നു. അവിടെ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ ചുവന്ന പൊട്ടുകൾ പോലെ കാണപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മുണ്ടക്കൈ മേഖലയിൽ ഒരുപാട് ജീവനുള്ള ചുവന്ന പൊട്ടുകൾ കാണപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനുള്ളൂ. പക്ഷേ അത് ആഗ്രഹമാണ്. ഇത്ര ദിവസങ്ങൾ